നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയെ പോലെ പട്ടിയെ പോലെ ആനയും ഒരു പാവം വന്യജീവിയാണ്. കാട്ടിലെ തന്നെ ഏറ്റവും സാധുമൃഗം. അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറിയത് ആരാണ്? കൃഷിയുടെ പേര് പറഞ്ഞ് വൻകിട തോട്ട മുതലാളിമാരും ടൂറിസം എന്ന ലേവലിൽ റിസോർട്ട് മാഫിയകളുമെല്ലാം കാട് കയ്യേറിയിരിക്കുകയാണ്. അത് മാത്രമാണ് ഇവിടെ കാട്ടാനകൾ നടത്തുന്ന എല്ലാ കൊലപാതകങ്ങൾക്കും ഒരേ ഒരു കാരണം. സ്ഥിരമായി കാട്ടിൽ കയറി വന്യമൃഗങ്ങളുടെ ഫോട്ടോസ് എടുക്കുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെ നോക്കൂ. അവരെ ആനയോ മറ്റേതെങ്കിലും മൃഗമോ ആക്രമിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം അവർ ഒരിക്കലും വന്യമൃഗങ്ങളെ ഉപദ്രവിക്കാറില്ല. നമ്മളും ഇതുപോലെ ഏത് ഉൾക്കാട്ടി ചെന്നാലും ഒരു വന്യമൃഗവും നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എത്രയോ തവണ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കൊടുങ്കാട്ടിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിരിക്കുന്നു. നിരവധി മൃഗങ്ങളെ തൊട്ടടുത്ത് കണ്ടിരിക്കുന്നു. ഒരു മൃഗവും ഇതുവരെ എന്നെ നോക്കി പോലും പേടിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? Hello. You're always late, Priya. We all reached here 1 hour before. ഓഫീസിൽ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നല്ലോ, അതാ ലേറ്റായ. ഞാൻ എത്തി. ഗൂഗിൾ ആൻഡ് ഈസ് സേയിങ് ദാറ്റ് മൈ ഡെസ്റ്റിനേഷൻ ഇസ് 30 minutes away. അപ്പൊ നീ വരുമ്പോ എന്തായാലും രാത്രിയാവും. ഇവിടെ തണുപ്പ് ഒരു രക്ഷയില്ലടോ. എലഫന്റ്സ് ഇൻ ഹെവൻ, പേര് പോലെ തന്നെ ഈ സ്ഥലവും ഓസം. ഇന്ന് റിസോർട്ടിൽ ഇരുന്ന് ഞങ്ങൾ ഇതുവരെ 4 കാട്ടാനകളെ കണ്ടിടോ, അതും വളരെ അടുത്ത്. ഈ റിസോർട്ടിന്റെ മാനേജർ പറഞ്ഞത് തീരെ കുറവാണെന്നാ. സാധാരണ 8ഉം 10ഉം ഒക്കെ കാണാറുണ്ട് അത്ര. നീ ജീവിതത്തിൽ ഇന്നുവരെ ഒരു കാട്ടാനയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പ്രസംഗിക്കുമ്പോ ഞാൻ കൊടുങ്കാറ്റിൽ ഒറ്റയ്ക്ക് പോയി ആനയെ കണ്ടു, കടുവയെ കണ്ടു, പുലിയുടെ പടം പിടിച്ചു എന്നൊക്കെ ഒരു ഉളുപ്പില്ലാതെ തട്ടി വിടുന്നുണ്ടല്ലോ. ശരിക്കും ഒറിജിനൽ കാട്ടാനയെ കാണണം. എന്നാ അവന്റെ ഒരു സ്റ്റൈല്, റിയലി ഫാബുലസ്. എന്നാലും ഈ റിസോർട്ട് പണിതവന്റെ ബുദ്ധി സമ്മതിക്കണം. ഇത്ര സേഫായ വൈൽഡ് എലിഫന്റ്സിനെ കാണാനോ ഫോട്ടോഷൂട്ട് ചെയ്യാനോ പറ്റിയ സ്ഥലം കേരളത്തിൽ വേറെ ഇല്ല. നീ പറയുന്നത് കേട്ടിട്ട് ഐ എം സോ എക്സൈറ്റഡ്. എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ എത്തും. ഹലോ, നീ ഇത് എവിടെയാ പ്രിയ? എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? അവിടെ റേഞ്ച് ഇല്ലേ? വഴി തെറ്റിന്നാ തോന്നുന്നത്. കുറച്ചു നേരമായിട്ട് ഇവിടെ റേഞ്ച് ഇല്ലായിരുന്നു. ഇപ്പൊ റേഞ്ചിൽ വന്നേ ഉള്ളൂ. ഗൂഗിൾ മാപ്പ് പറയുന്നത് ഡെസ്റ്റിനേഷനിലേക്ക് ഇനി 52 കിലോമീറ്റർ ഉണ്ടെന്നാണ്. My God. I think you're going opposite direction. Anyway, you relax. എടി നീ പേടിക്കണ്ട. ഗൂഗിൾ മാപ്പിലെ ഡിസ്റ്റൻസ് കൂടിയാണ് വരുന്നതെങ്കിൽ നീ വണ്ടി തിരിക്ക്. ഞാൻ പറയുന്നത് നിനക്ക് ക്ലിയർ ആവുന്നുണ്ടോ പ്രിയ? ഓക്കെ.
മുന്നോട്ട് പോയാൽ റേഞ്ച് ഔട്ട് ആവും. ഇപ്പൊ തന്നെ സിഗ്നൽ വീക്കായി വരിക. ലാസ്റ്റ് 1 hour ഞാൻ ഈ റേഞ്ച് ഇല്ലാത്ത റൂട്ടിലായിരുന്നു. ലൊക്കേഷൻ നെയിം വല്ലതും കാണിക്കുന്നുണ്ടോ? ഇല്ല, ലൊക്കേഷൻ അൺനോൺ കാണിക്കുന്നത്. ഞാനിനി എന്താ ചെയ്യണ്ടേ? നീ സേഫ് ആയ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യും. ഞങ്ങൾ ഉടനെ വരാം. ഇവിടെ തൊട്ടടുത്ത് ആനയുണ്ട്. വണ്ടിക്ക് എന്ത് കുഴപ്പം പറ്റി? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അത് നിന്റെ പേടി കൊണ്ടായിരിക്കും. ഡോണ്ട് പാനിക്. ഒന്നുകൂടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. എത്രയും പെട്ടെന്ന് നിന്റെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യും. ഞങ്ങൾ ഉടനെ എത്തും. ഞാനിതെവിടെയാ? സ്വർഗത്തിലാണോ? അതെ. പക്ഷെ എനിക്ക് ക്ലിയറായി ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങളാണോ ദൈവം? ചിലരെന്നെ അങ്ങനെയും വിളിക്കാറുണ്ട്. നിങ്ങളുടെ കൂടെയുള്ളതാരാ? മാലാഖയാണോ? അതെ.